ഞാൻ വാങ്ങിച്ചിട്ടില്ല, എന്നെ അവർ വിളിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്കറിയില്ല, എന്നെ ഒരാളും വിളിച്ചിട്ടില്ല, ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ അവർ എന്നോട് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും അറിയണ പോലെ തന്നെ ഞാനും അറിയാം. ആക്ട്രസ് ആ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എന്താ പറയുക? വെരി ഗുഡ് മൂവ്, എക്സലൻറ്റ് മൂവ്, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നല്ല മൂവാണ്. മാമിന് ഇത്രയും വർഷത്തെ ഈ കരിയറിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ്, അങ്ങനെ സംഭവങ്ങളോ തോന്നുന്നു എന്നെ കണ്ടാൽ അങ്ങനെ എന്തെങ്കിലും നടക്കും? തമാശയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ഹാസ് ടു ഡു വാട്ട്. ഒന്നും അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല. മീൻസ് ഐ ടേക്ക് തിങ്സ് ലൈറ്റ്ലി. ഞാൻ എല്ലാത്തിനും ഗൗരവമായിട്ട് എൻ്റെ ജീവിതത്തിൽ നോക്കാറില്ല. ദിസ് ഈസ് ജസ്റ്റ് എ പാസിംഗ് ഫേസ്. ഇത് ഒരു ബേബി സ്റ്റെപ്പാണ്. ആൻഡ് ഐ റിയലി സപ്പോർട്ട് ആൻഡ് ഐ റിയലി എന്താ പറയുക, നന്നായിട്ട് ഐ എം വെരി ഹാപ്പി ഇങ്ങനത്തെ ഒരു മൂവ് വന്നത്. പക്ഷേ ഇതിന് നമ്മൾ എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഇതെല്ലാം നമ്മൾ പെണ്ണുങ്ങൾ തന്നെ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം സർക്കാരും മന്ത്രിയൊക്കെ പറയുന്നത് ഒരു പരാതി കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു കമ്മീഷന്റെ മുന്നിൽ വന്ന് സ്ത്രീകളെല്ലാവരും അവർക്കില്ലാത്ത ധൈര്യമൊക്കെ എടുത്ത് അവർ പറഞ്ഞു. അപ്പം ഇനിയും അതിനുശേഷം വീണ്ടും ഒരു പരാതി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ഔചിത്യമുണ്ടോ? ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കേസാണോ ഇത് ചോദിക്കുന്നത്? ബിക്കോസ് ഞാൻ ഇതിനു മുമ്പേ കുറച്ച് പരാതികൾ കൊടുത്തപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത മീഡിയ ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെണ്ണ് മുന്നോട്ട് വന്ന് പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇരുന്ന് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ മീഡിയാസ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത്. അതുകൊണ്ടാണ് പിന്നെ നമ്മളെ ലോ മാറ്റാനുള്ള സമയം ആയി കഴിഞ്ഞു. 10, 12, 13 വർഷം മുമ്പേ കൊടുത്ത എല്ലാ കേസസ് ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഇപ്പോഴും കൊച്ചിനിൽ ബോംബെയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. എനിക്ക് ജോലി ഉണ്ടോ, എനിക്ക് സിനിമ ഉണ്ടോ, എനിക്ക് ഒന്നുമില്ല. ഞാൻ ആ ഫൈറ്റ്, ഞാൻ എൻ്റെതായ ഒരു സ്റ്റാൻഡിന് ഞാൻ ഫൈറ്റ് എടുക്കുന്നുണ്ട്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ മീഡിയാസ് ഇരുന്നിട്ട് നിങ്ങൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഒരു പെണ്ണുങ്ങളും മുന്നോട്ട് വരാത്തത്. പിന്നെ ചൂഷണം എന്ന് പറഞ്ഞാൽ ഞാൻ ജെൻഡറായിട്ടൊന്നും പറയില്ല. പെണ്ണുങ്ങൾക്ക് മാത്രം ചൂഷണമല്ല, ആണുങ്ങളും ചൂഷണപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ജെൻഡർ എടുത്തിട്ട് ഞാൻ പറയില്ല. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ വിക്ടിം ഗെയിം. ഞാൻ വിക്ടിമൈസ്ഡ് ആവണമെങ്കിൽ ഞാൻ വിക്ടിം ആവണോ ഇല്ലെന്ന് ഞാൻ തീരുമാനിച്ചാൽ മാത്രമേ ഞാൻ വിക്ടിം ആവുള്ളൂ. ബട്ട് ഇഫ് ഐ വോണ്ട് ടു ഫൈറ്റ് ഇറ്റ്, ഐ വിൽ ഫൈറ്റ് ഇറ്റ്. ബട്ട് യു മീഡിയാസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ ഒരു പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ അതിൻ്റെ ചോട്ടിൽ വരുന്ന കമൻസ്, ഇതേ മലയാളികളാണ് ഈ ഭയങ്കര മോശമായിട്ട് എഴുതുന്നത്. എങ്ങനെ നമ്മൾ മുന്നോട്ട് വരും? എങ്ങനെ? ഈ എഴുതുന്ന ആൾക്കാരുടെ പെങ്ങളും ഉണ്ട്, അമ്മമാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതൊന്നും ആൾക്കാർ ഓർക്കണില്ല. നിങ്ങൾ അമ്മ കമ്മിറ്റി ഇങ്ങനെ ചെയ്തു, ഹേമ കമ്മിറ്റി ഇങ്ങനെ ചെയ്തു, WCC ഇങ്ങനെ ചെയ്തു, അത് പറയാതെ സപ്പോർട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഷോക്കാവും എത്ര പെണ്ണുങ്ങൾ മുന്നോട്ട് വരും, അല്ലാതെ എത്ര ആണുങ്ങൾ മുന്നോട്ട് വരും. അല്ല, ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് അനുഭവം പറഞ്ഞാൽ എനിക്ക് കുറേ മോശമായ ഒരു കാര്യം നടന്നിട്ടില്ല. ഫോർ മീ ദിസ് ഫീൽഡ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫീൽഡ്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതെല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയില്ല. അതന്നെ ഞാൻ പറഞ്ഞത്. അവർ വരുമ്പോൾ അവർ പോയിട്ട് പോലീസ് സ്റ്റേഷനോ അല്ലാതെ കോടതി മറ്റേ അവർ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ മീഡിയ വന്നിട്ട് അവർ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ ആണോ അതാ ഞാൻ പറഞ്ഞത്. ചർച്ച ചെയ്യാതെ അതിനെങ്ങനെ സൊല്യൂഷൻ എടുക്കണം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നല്ലേ 5 വർഷമായത്. ഇത് കുറച്ചും കൂടി മുന്നോട്ട് വരാമായിരുന്നു. ഞാൻ പറഞ്ഞു കുറച്ച് വൈകിട്ട് ഇത് കുറച്ചും കൂടി മുന്നേ ഒരു 1-2. പക്ഷേ ആൾക്കാർ മുന്നോട്ട് വരാത്തത് ബിക്കോസ് ധൈര്യം കൊടുക്കാത്തതുകൊണ്ടാണ്. പെണ്ണുങ്ങൾക്ക് ധൈര്യമില്ല. പക്ഷെ അവർ ഇത്ര വർഷം എടുത്തില്ലേ? അവരും പറയാൻ ഇത്ര വർഷം എടുത്തില്ല. ഇതിൽ മലയാളികളായിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഇത് ഒരു സ്റ്റേറ്റ് ലെവൽ പ്രശ്നമല്ല, ഇതൊരു ഓൾ ഓവർ വേൾഡ് പ്രശ്നമാണ്. ആര്? അത് ഞാൻ കൊടുത്ത് ഞാൻ ഇന്ന് വരെ അനുഭവിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ. ഈ കൊച്ചിൻ ഹൈക്കോർട്ടിൽ ഞാൻ ഒരു 18 ജഡ്ജിമാർ, സ്ത്രീകളും ആണുങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. മൊഴി കൊടുത്തില്ല. ഇതേ പോലീസ് വന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് മാറണം. അപ്പം നമ്മൾ ഈ പെണ്ണുങ്ങൾ വന്നാൽ നമ്മുടെ നിയമം മാറണം. ലോ മാറിയാൽ മാത്രമേ ഒരാൾക്ക് ധൈര്യം കിട്ടുള്ളൂ.
എനിക്കും അങ്ങനെ നടന്നിട്ടുണ്ട്. എത്രയോ സിനിമകൾ എനിക്ക് കിട്ടിയിട്ടില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ സിനിമകൾ ചെയ്ത്, ഞാൻ ഇപ്പോഴല്ലേ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എത്രയോ സിനിമ, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് സോ ഞാൻ വർക്ക് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് പ്രസവം സമയത്തും പ്രസവിച്ചിട്ടും ഏറ്റവും ആദ്യം വർക്ക് ചെയ്യാൻ വന്ന ഒരു നടിയാണ്. പക്ഷേ ഞാൻ വരെ നേടി ഒരു കുറേ ആൾക്കാർ എന്നെ എന്താ പറയുക എടുത്തിട്ടില്ല, കുറേ ആൾക്കാർ എന്നെ ഇത് ചെയ്തു. പക്ഷെ അതേ ഞാൻ ഇതിന് മുമ്പേയും പറഞ്ഞ പോലെ ഫാമിലി സപ്പോർട്ട് ആയതുകൊണ്ട് എനിക്ക് അതൊന്നും പ്രശ്നമല്ല. സോ ഐ ഡോണ്ട് മൈൻഡ്. ബട്ട് ഐ ഹാവ് ഫോട്ട്. പക്ഷെ വരാനുള്ള സിനിമകൾ ആർക്കും താങ്ങാൻ പറ്റില്ലല്ലോ, അത് എന്തായാലും വരും. ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്നാണ് അമ്മ സംഘടനയുടെ അവര് മറുപടി ആയിട്ട് പറഞ്ഞത്. ഈ പവർ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ പവറിൽ ആണുങ്ങൾ മാത്രമുണ്ടോ എന്ന് ഞാൻ ഡൗട്ടാണ്. അതിൽ പെണ്ണുങ്ങളും ഉണ്ടാവും. പിന്നെ ഐ ഫീൽ സിനിമ ഈസ് ആണും പെണ്ണും. പിന്നെ എങ്ങനെയാണ് പവർ ഓൺലി ആണുങ്ങൾ മാത്രം? നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ഇത്രയും ആണുങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ആണുങ്ങളെ പറ്റി അത് പറയില്ല. ഐ ഫീൽ ഇറ്റ്സ് എ കല. സിനിമ എന്ന് പറഞ്ഞ ഒരു ജെൻഡർ അല്ല. ഇതിൽ ആണും പെണ്ണും ഈക്വലായി നമ്മളെല്ലാവരും നല്ല. ഇപ്പോൾ നമ്മൾ ഈ സിനിമ എന്താ പറയുക, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഫുൾ സിനിമ മേഖല മോശമാണെന്നുള്ള രീതിയിലല്ല ആൾക്കാർ പറയുന്നത്. ദാറ്റ്സ് എ റോങ് തിങ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ജനങ്ങൾക്ക് എന്തൊക്കെ ആൾക്കാർ അഭിപ്രായങ്ങൾ. മലയാളികൾക്ക് അഭിപ്രായം കുറച്ച് ഫ്രീ ആണ്. സംഘടനയോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ നടപടി എടുത്തിട്ടുണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും പരാതികൾ വന്നിരുന്നു സംഘടനയുടെ ഭാഗത്ത്? എൻ്റെ അടുത്ത് ഒരു പരാതി വന്നിട്ടില്ല. ഒരാൾക്കും പറയാൻ പറ്റില്ല ശ്വേതാ മേനൻ എന്ന വൈസ് പ്രസിഡന്റിന് ഒരു പരാതി കൊടുത്തിട്ട് അവർ എന്താ പറയുക നിലപാടെടുത്തിട്ടില്ല എന്ന്. എനിക്ക് ഒരു ഇത് വന്നിട്ടില്ല. എല്ലാം ജനറൽ ബോഡിയിൽ ഞാൻ ഇരുന്ന് പറയാറുണ്ട്. നിങ്ങളെല്ലാവർക്കും മൈക്കുണ്ട്, വേദിയുണ്ട്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ വരിക, മുൻകൈ എടുക്കുക, പറയുക. ആരും വന്നിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല. എനിക്ക് സിനിമയിൽ തന്നെ ഒരാൾ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര തുറന്ന് പറയുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ഒരു പേടിയുണ്ടാവും. പറഞ്ഞാൽ നീ ശ്വേതാജി എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ശ്വേത മാം എങ്ങനെ എടുക്കും, ചേച്ചി എങ്ങനെ എടുക്കും എന്നുള്ള രീതിയിൽ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ടില്ല എന്ന് ആരെങ്കിലും വന്ന് പറയട്ടെ. ഐ ചാലഞ്ച്. അല്ല, എനിക്ക് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ഞാൻ അമ്മേനെ വിശ്വസിക്കും. ഞാൻ അമ്മോട് പ്രതീക്ഷിക്കണില്ല ഒന്നും. അതാണ്. ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് അമ്മ. ഐ എം വെരി പ്രൗഡ് ഓഫ് ബീങ് പാർട്ട് ഓഫ് അമ്മ. ബിക്കോസ് അമ്മ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് മാറ്റി നിർത്തിയിട്ട് ഞാൻ പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ അത് എൻ്റെ പ്രശ്നങ്ങളായിട്ടേ മാത്രമേ ഞാൻ നോക്കുള്ളൂ. അല്ലാതെ അമ്മേൻ്റെ പ്രശ്നമാണെന്നായിട്ട് ഞാൻ കരുതിയിട്ടില്ല. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ഓഫീസുകാർ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടെ നിൽക്കുമോ? നിങ്ങളുടെ നിൽക്കില്ലേ? അത്ര നിൽക്കണ്ട അമ്മ. ഞാൻ പറഞ്ഞ സമയത്ത് അമ്മ എൻ്റെ കൂടെ നിന്നുണ്ട്, ഫെഫ്ക നിന്നിട്ടുണ്ട്, എല്ലാവരും നിന്നിട്ടുണ്ട്. അതെനിക്കറിയില്ല. എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. വേറെ ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ പേര് ഏതാ വേണ്ട? അല്ല, കുഴപ്പമില്ല. ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് കഴിച്ചിട്ടില്ല. ഞാൻ വളർന്ന കുഞ്ഞല്ലേ. ഞാൻ ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പറഞ്ഞു. അത് എന്താണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തായാലും ശ്വേതാ മേനോൻ നടി എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം എന്താണ് അതിനോട്? ഐ തിങ്ക് ഞാനാണെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തേനെ അന്ന് തന്നെ. അതാണ് വ്യത്യാസം. ഒരു പ്രധാന പോസ്റ്റ് ഇരിക്കുന്ന ആളിനെതിരെയാണ് ഒരു ആരോപണം വന്നിരിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റ് ശരിക്കും ആൾ മാറണ്ടേ? എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ ഏതോ ഒരു മന്ത്രീൻ്റെ എന്തോ MLA-ൻ്റെ എന്തോ എതിരായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്ത ആളല്ലേ. ഞാനത് നോക്കില്ല. എന്നെ സംബന്ധിച്ച പൊസിഷൻ വേറെയാണ്, മനുഷ്യനാണ്. അതൊന്നും ഞാൻ തീരുമാനിക്കില്ല. അത് സത്യമാണോ കറക്റ്റാണോ റോങ് ആണോ എനിക്കറിയില്ല. അത് ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ ദിസ്. പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യും. നിലവിൽ ഇപ്പോൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കോൺക്ലേവ് നടത്താമെന്നുള്ളൊരു കാര്യമാണ് സർക്കാർ പറയുന്നത്. ഒരു കോൺക്ലേവ് കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ പറ്റുമെന്ന് ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അങ്ങനെ ഒരു ആശയത്തെ അതൊന്നും ഇതൊക്കെ
സിനിമ ഈസ് നോട്ട് ലോ, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. അത് നമ്മൾ ലോ അബൈഡ് ചെയ്യുക, അതൊക്കെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഡാർലിങ്. അതൊക്കെ നമ്മൾ വി ഹാവ് ടു ഫൈറ്റ് അവർ ഓൺ ബാറ്റിൽ. അത് നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. ഒരു സർക്കാർ, ഇറ്റ്സ് നോട്ട് ഒരു ഗവൺമെൻറ് ബോഡി അല്ല സിനിമ. സിനിമ ഈസ് എൻ എൻ്റർടൈൻമെൻറ്റ്. അത് അതിൻ്റേതായ ഒരു ഫീൽഡാണ്. ആൻഡ് സാഡ്നെസ് എന്താ അറിയോ, ഈ ഒരു ഇൻഡസ്ട്രി ഒരു ലോ മറ്റെന്താ പറയുക, സർക്കാർ ഇതിന് നോക്കണു അല്ലാതെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു. ബിക്കോസ് നമ്മൾക്ക് എല്ലാവർക്കും എൻ്റെ പോലെ സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. സോ ഐ വോണ്ട് സേ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത പെണ്ണുങ്ങളുടെ കൂടെ അല്ലാന്ന്, ഞാൻ അവരുടെ കൂടെ തന്നെയാണ്. പക്ഷെ സാഡ് അവർ ഇന്ന് കുറച്ച് ലേറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു ഇന്നല്ല നാളെ അല്ല 100 വർഷം കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അൺടിൽ അൺലെസ് നമ്മൾ നമ്മളുടെ രീതിയിൽ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തെറി പറയുക, അടി, അങ്ങനെയല്ല. വി ഹാവ് ടു നോ പറയുന്ന സ്ഥലത്ത് നോ പറയാൻ പഠിക്കണം, അത്രയേ ഉള്ളൂ. ആ ധൈര്യം ഇല്ലെങ്കിൽ ദെൻ അതേപോലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ, ബാത്റൂം ഫെസിലിറ്റി, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഒരു കമ്മിറ്റിയിൽ. കാരണം ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ ആ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അല്ല, കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം 5 വർഷം മുമ്പെയാണ് പാർവതി ജനറൽ ബോഡിയിൽ ഇതിനെ പറ്റി നമ്മളെല്ലാവരും സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ വെരി വാലിഡ് പോയിന്റ്. പക്ഷേ ഇത് ഞാൻ ബോളിവുഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നപ്പോൾ എനിക്ക് കിട്ടാത്ത സമയത്ത് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇവിടുന്ന് വർക്ക് ചെയ്ത് ഞാൻ അന്ന് സ്കൂളിലുണ്ടായ സമയത്ത് എനിക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല, എൻ്റെ അച്ഛനമ്മ കൂടെ ഉണ്ടായിരുന്നു, ഐ ഡോണ്ട് റിമെമ്പർ. പക്ഷെ ബോളിവുഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ഇതേ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സ് തന്ന ഒരു ഇതാണ്. മേക്കപ്പ് വാന് ഇല്ലെങ്കിലും ഒരു ബാത്റൂം എൻ്റെ സെറ്റിലെല്ലാം ബാത്റൂം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതേ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് നന്നായി എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്താ പറയുക ബാത്റൂം എല്ലാം ഉണ്ടാക്കിയിട്ടും എനിക്ക് യൂസ് ചെയ്യാനുള്ള, ബിക്കോസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്, അത് എൻ്റെ റൈറ്റാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് വാനിൽ ഇരിക്കുമ്പോൾ വേറെ കുറേ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടണമെന്ന് ഉണ്ടാവില്ല. അവർ ചോദിക്കണം. ഞാൻ എത്രയോ പ്രാവശ്യം പെണ്ണുങ്ങളോട് പറയാണ്ട്, ചോദിക്കൂ, നിങ്ങൾക്ക് ബാത്റൂം പോകണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളൊരിതില്ല. എന്തുകൊണ്ട്? ഞാനെല്ലാം ആലോചിക്കും ഇവരെന്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം എന്താ പറയുക കിഡ്നി സ്റ്റോണും ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണും ഇതൊക്കെ വരുന്നത്. സീരിയസ്ലി താങ്കളെ പോലെ പ്രധാന നടിമാർക്കൊക്കെ ചോദിച്ചാൽ ലഭിക്കുമായിരിക്കും. പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറയുന്നത് അവർക്ക് ചക്കരെ ഞാനും തുടങ്ങിയതല്ലേ, ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ തുടങ്ങിയില്ലേ, ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ചോദിക്കാത്തത് കൊണ്ട് അവർക്ക് ഐ ഫീൽ എല്ലാവർക്കും അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും ബാക്ക്ഗ്രൗണ്ട്. ചില ആൾക്കാർക്ക് അതൊരു വരുമാനം, അവരുടെ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവരുടെ ഫാമിലി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ആ പൈസ കിട്ടാൻ വേണ്ടി. അപ്പോൾ അവരുടെ അങ്ങനത്തെ ആൾക്കാർ അവരെങ്ങനെ ഇത് അപ്പോൾ എനിക്ക് ഒരാളെയും പറയാൻ പറ്റില്ല നിങ്ങൾ തെറ്റാണ്. പക്ഷെ ഞാൻ പറയണത് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ഒരാളും, നമ്മൾ അച്ഛനമ്മമാരോട് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ ചോദിച്ചാലല്ലേ എനിക്ക് മിഠായി വേണം, യെസ് ഓർ നോ എന്ന് പറയില്ലേ അവർ. ചോദിക്കുമ്പോഴല്ല, അച്ഛനമ്മമാരിങ്ങനെ വെറുതെ ചോക്ലേറ്റ് ഒന്നും തരൂല്ലല്ലോ. ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടതാണോ? സിനിമയിൽ നമുക്ക് ഉറപ്പിച്ച് പണ്ട് ഈ മേക്കപ്പ് വാനെല്ലാം ഇപ്പോഴല്ലേ വന്നേ. പണ്ടെല്ലാം നമ്മൾ സാരി ഇതിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ നക്ഷത്ര കൂടാരെല്ലാം നമ്മൾ ഷൂട്ടിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫീൽഡിലോ അല്ലാതെ ഗ്രൗണ്ടിലെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ സാരീസ് എല്ലാം കെട്ടി അല്ലാതെ ഒരു പായ വിരിച്ച് അങ്ങനെയൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ സിനിമ ഒന്നും ചെയ്തിട്ടില്ല, സിനിമകളൊന്നും തരണേ. കിട്ടിയ ചാൻസിൽ ഞാൻ എൻ്റെ ഈ സിനിമ അവസരം നിഷേധിക്കത്തില്ല. അത് സ്വാഭാവികമായിട്ട് തിരക്കഥയും സംവിധായം ഒരു നടിയെ ആവശ്യമുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് വിളിക്കുന്നതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ കുറേ പറയുന്നു പരാതിപ്പെട്ടാൽ ഈ അഭിനയിക്കാനുള്ള ചാൻസ് പോകും എന്നൊക്കെ പറയുന്നു. അതിലെന്താ അർത്ഥമായിരിക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. പാലേരി മാണിക്യം സമയത്ത് രഞ്ജിത്ത് ഏട്ടനാണ് എനിക്ക് ഈ സിനിമ ചീരു എന്ന കഥാപാത്രം ശ്വേത ചെയ്യണം എന്നുള്ള എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രഞ്ജിത്ത് ഏട്ടൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മൂപ്പരുടെ ഒരു സ്ട്രോങ് ആയൊരു കൺവിക്ഷനിലാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. ദാറ്റ് ശ്വേത മേനനാണ് എൻ്റെ മനസ്സിലൊരു ചീരു. അങ്ങനെയാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. അങ്ങനത്തെ ഡയറക്ടേഴ്സ് അങ്ങനെ
പിന്നെ ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിതിൻ രഞ്ജി പണിക്കർ ഒരു വെബ് സീരീസ് ചെയ്തപ്പോൾ ചേച്ചി ലൈല സുൽത്താന ചെയ്യണം. അത് എൻ്റെ മനസ്സിൽ ലൈല സുൽത്താന ചേച്ചി തന്നെയാണ്. അങ്ങനെയൊക്കെ പറയാൻ കുറച്ച് ഡയറക്ടേഴ്സേ ഉള്ളൂ. അതേ രഞ്ജിത്തിന് ഒരു ആരോപണം വന്നിരിക്കുന്നത്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം ആരുടെ മുള്ള വരാത്തത് കഴമ്പില്ല എന്നുള്ളതാണ്, ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ല എന്നുള്ളതാണ്. അങ്ങനൊന്നുമില്ല. നിങ്ങൾ വെറുതെ വാക്കുകളൊന്നും ഇടരുത്. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിഷേധിക്കപ്പെട്ടത് പരാതി കൊടുത്തതിന് ശേഷമാണ്. ഏത് പരാതി? പരാതികൾ ചില നേരത്ത് ശബ്ദം ഉയർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ല. പിന്നെ അതിനുശേഷമാണ് പിന്നെ 9 സിനിമകളുടെ സൈനിങ് എമൗണ്ട് എടുത്ത് വെട്ടി വിഴുങ്ങി ഞാനിപ്പോൾ. ആരും തിരിച്ചു വന്നിട്ടുമില്ല, ഞാൻ അവരെ കണ്ടിട്ടുമില്ല. ഇത് തന്നെയാണല്ലോ എല്ലാ നടിമാരും. അപ്പൊ ഇങ്ങനെ ഒരു വരുമ്പോ ഈ പവർ ഗ്രൂപ്പിനെതിരെ പ്രവർത്തിക്കാൻ ഒരു നടപടി. പവർ ഗ്രൂപ്പ് ഉണ്ടോയെന്ന് ഞാനിപ്പോൾ ഈ വാക്ക് ഇന്നാണ് കേട്ടുന്നത്. എനിക്കറിയില്ല പവർ ഗ്രൂപ്പാണ്. എന്നെ സംബന്ധിച്ച് എല്ലാവരും പവറിലാണ്. പക്ഷേ ഞാൻ ഒരാളുടെയും എൻ്റെ സിനിമയിൽ ചില സമയത്ത് ചില ഡയറക്ടർ മാം ഇത് ഈ റോളിന് ഈ ആൾ ഒക്കെയാണോ അല്ലാതെ ഈ പെണ്ണും ഒക്കെയാണോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും അതെനിക്കറിയില്ല, നിങ്ങൾ ഡയറക്ടറാണ് നിങ്ങൾ. ബിക്കോസ് ഞാൻ നോ പറയില്ല. ബിക്കോസ് ഞാനും ഒരു നടിയാണ്, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ ഒരാളുടെയും നമുക്ക് തൊഴിൽ മാറ്റാനുള്ള അല്ലാതെ നിഷേധിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളുടെ ഇൻഡസ്ട്രിയിലുണ്ട്. പറ്റില്ല, ഈ കുട്ടി വേണ്ട, വേറെ കുട്ടി, അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. Yeah?